അങ്ങനെ ഞാനും ഉണ്ടാക്കി ഗൈസ് ക്രോഷേ ട്യൂലിപ്സ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു പാർട്ട് 2 ഓഫ് ക്രോഷേ ലേണിംഗ്. സംഭവം സെക്കൻഡ് വീഡിയോ ആണെങ്കിൽ ഞാൻ മൂന്നാമതായിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ട്യൂലിപ്സ്. ഇതിന് മുന്നേ ഉണ്ടാക്കിയത് ഈ ഒരു ക്യാരറ്റ്സ് ആയിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സംഭവം ഇതിലിപ്പോ ഞാൻ കാണിക്കുന്ന ഈ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ വാങ്ങിയിട്ടുള്ള മീഷോന്നാട്ടോ. അപ്പൊ ഇതിന്റെ ലിങ്ക് വേണ്ടവര് ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി. ക്രോഷയിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചസ് ഉണ്ട്. അത് പഠിച്ചാൽ തന്നെ നമുക്ക് പിന്നെ ഏത് പാറ്റേൺസും യൂട്യൂബ് ട്യൂട്ടോറിയൽസ് കണ്ടാൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പാറ്റേൺസ് ഒന്നും തെറ്റാതെ ക്ഷമയോടെ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ലീഫും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതിൽ സ്റ്റെമ്മിന് വേണ്ടി യൂസ് ചെയ്തുള്ള ബാംബൂ സ്റ്റിക്ക് ആട്ടോ. അത് ജസ്റ്റ് ഗ്രീൻ കളർ അടിച്ചെടുത്തു എന്നുള്ളൂ. ഇനി നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം മെറ്റലിന്റെ ഇങ്ങനത്തെ സ്റ്റെംസ് കിട്ടും. അങ്ങനെ നമ്മൾ വേറെ കുറച്ച് ട്യൂലിപ്സും കൂടി ഉണ്ടാക്കുകയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തുള്ള 2-3 ദിവസം വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് ഗൈസ്. ഇതൊരു ട്യൂട്ടർ വീഡിയോ ഒന്നും കേട്ടോ, ഞാൻ ജസ്റ്റ് മേക്കിംഗ് വീഡിയോ എടുത്തു മാത്രം. ഇത് വെക്കാൻ എൻ്റെ കയ്യിൽ ഫ്ലവർ വൈസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തതാണ്. ഇതുപോലെ കുറേ ക്രോഷേ ഐറ്റംസ് ട്രൈ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.